നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിൽ റെക്കോർഡിട്ടിരിക്കുകയാണ് ഒരു സഹോദരനും സഹോദരിയും. നാവികസേനയുടെ വ്യത്യസ്ത യുദ്ധക്കപ്പലുകളുടെ കമാൻഡർ സ്ഥാനത്തെത്തിയാണ് കമാൻഡർ പ്രേരണ ദോസ്തലയും കമാൻഡർ ഇഷാൻ ദോസ്തലയും ഒരു പുതുചരിത്രം കുറിച്ചിരിക്കുന്നത്. പ്രേരണ ദോസ്തലെ വെസ്റ്റേൺ കമാൻഡിന് കീഴിൽ INS ട്രിങ്കറ്റും സഹോദരനും നാവികസേന കമാൻഡറുമായ ഇഷാൻ ദോസ്തലെ INS വിഭൂതിയുമാണ് നിയന്ത്രിക്കുന്നത്. കഴിഞ്ഞ വർഷം തന്നെ നാവികസേനയുടെ കപ്പൽ കമാൻഡറാകുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന നേട്ടം പ്രേരണ സ്വന്തമാക്കിയിരുന്നു. 2023 ഡിസംബറിലാണ് വാട്ടർ ജെറ്റ് ഫസ്റ്റ് അറ്റാക്ക് ക്രാഫ്റ്റായ INS ട്രിങ്കറ്റിന്റെ കമാൻഡറായി പ്രേരണ ദോസ്തലെ തിരഞ്ഞെടുക്കപ്പെട്ടത്. നാവികസേന ദിനമായ ഡിസംബർ 4 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പ്രേരണ ദോസ്തലയുടെ ഈ നേട്ടം. 2008 ലഫ്റ്റനന്റ് കേഡർ പ്രേരണ ദോസ്തലെ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാകുന്നത്. പ്രത്യേക പരിശീലനങ്ങൾ നേടിയാണ് പ്രേരണ ദോസ്തലെ INS ട്രിങ്കറ്റിന്റെ കമാൻഡർ പദവിയിലെത്തിയത്. മെഡിക്കൽ, ഡെന്റൽ ഓഫീസർമാരടക്കം 750 വനിതാ ഓഫീസർമാർ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാണിപ്പോൾ. നാവികസേന ഓഫീസറെ തന്നെയാണ് പ്രേരണ വിവാഹം ചെയ്തിരിക്കുന്നതും. മുംബൈയിൽ ജനിച്ച പ്രേരണ മുംബൈയിലെ ജീസസ് ആൻഡ് മേരി കോൺവെന്റിലാണ് പഠിച്ചത്. പിന്നീട് മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ ചേർന്ന് അവിടെ സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദവും നേടി. പ്രേരണ നിയന്ത്രിക്കുന്ന യുദ്ധക്കപ്പലായ INS ട്രിങ്കറ്റ് കൊൽക്കത്തയിലുള്ള ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സും എഞ്ചിനീയർമാരും ചേർന്ന് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചതാണ്. സഹോദരനായ ഇഷാൻ ദോസ്തലെ INS വിഭൂതിയുടെ കമാൻഡായാണ് ചുമതലയേറ്റത്. ഇന്ത്യൻ നാവികസേനയുടെ വീർ ക്ലാസ് മിസൈൽ വെസലാണ് INS വിഭൂതി. അറബിക്കടലിൽ ഗോവ തീരത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് നൽകിയ സ്റ്റീം പാസ്റ്റിന്റെ ഭാഗമായിരുന്നു വിഭൂതി എന്ന യുദ്ധക്കപ്പൽ. ഇക്കഴിഞ്ഞ നവംബർ 7 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഈ കപ്പൽ സന്ദർശിച്ചിരുന്നു. നാവികസേന ചീഫ് ഓഫ് നേവി സ്റ്റാഫ് അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയും രാഷ്ട്രപതിയെ അനുഗമിച്ചിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ അഭ്യാസ പ്രകടനങ്ങൾക്ക് രാഷ്ട്രപതി സാക്ഷ്യം വഹിച്ചു. പ്രസിഡന്റ് ദ്രൗപദി മുർമു തന്റെ പ്രസംഗത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ മികവുകളെയും അതിന്റെ വ്യാപ്തിയും പ്രശംസിച്ചു. ദീർഘകാല ദൗത്യങ്ങൾക്കായി വിദൂര സ്ഥലങ്ങളിൽ ഇന്ത്യൻ നാവികസേനയുടെ യൂണിറ്റുകൾ എത്തുന്നുണ്ട്. നമ്മുടെ പ്രാധാന്യവും കഴിവുമാണ് ഇത് തെളിയിക്കുന്നത്. നിങ്ങളുടെ ഉചിതമായ ഇടപെടലുകൾ സമുദ്രത്തിൽ നിരവധി ജീവനുകൾ രക്ഷിക്കാനും സഹായിച്ചിട്ടുണ്ട്. ഈ വർഷം ആദ്യം തട്ടിക്കൊണ്ടുപോയ ബൾഗേറിയൻ കപ്പലിലുള്ളവരെ രക്ഷിക്കാൻ നമ്മുടെ നാവികസേനയ്ക്ക് സാധിച്ചിരുന്നു. ഈ സംഭവത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ബൾഗേറിയൻ പ്രസിഡന്റ് നേരിട്ട് വിളിച്ച് സംസാരിച്ച കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണെന്ന് പ്രസംഗത്തിനിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞിരുന്നു. അതേസമയം ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ കഴിഞ്ഞ ദിവസം വിജയകരമായി പരീക്ഷിച്ച് ഒരു പുതുചരിത്രം കുറിച്ചിരുന്നു. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയത്. വിവിധ പേലോഡുകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലിന് 1500 കിലോമീറ്ററിലേറെ പ്രഹരശേഷിയുണ്ട്. പരീക്ഷണത്തോടെ സൈനിക ശേഷിയിൽ ഇന്ത്യക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതൊരു ചരിത്ര നിമിഷം കൂടിയാണ്. ഈ നേട്ടത്തോടെ നിർണായകവും നൂതനമായ സൈനിക സാങ്കേതിക വിദ്യ കൈവശമുള്ള സൈന്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ചേർന്നുവെന്ന് രാജ്നാഥ് സിംഗ് കുറിച്ചു. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സുമായി ചേർന്നായിരുന്നു മിസൈൽ തദ്ദേശീയമായി വികസിപ്പിച്ചത്. പരീക്ഷണ വിജയകരമായി പൂർത്തിയാക്കിയ ടീമിനെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര പ്രതിരോധ സെക്രട്ടറി, DRDO ചെയർമാൻ തുടങ്ങിയവരും അഭിനന്ദിച്ചു. വേഗതയുടെ പേരിലാണ് ഹൈപ്പർസോണിക് മിസൈലുകളും അറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ 5 ഇരട്ടി വേഗതയിൽ വരെ സഞ്ചരിക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു. മണിക്കൂറിൽ 6200 കിലോമീറ്റർ അഥവാ 3850 മൈൽ ദൂരത്തിൽ സഞ്ചരിക്കാനും ഇതിന് സാധിക്കുന്നു. ലോകരാജ്യങ്ങൾ വരെ ഉറ്റുനോക്കുന്നതാണ് രാജ്യം സ്വന്തമാക്കുന്ന ഈ നേട്ടങ്ങൾ ഓരോന്നും.